ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ദൈവിക ചാനൽ ഷാലോം TV നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റോസറി വാർ നടത്തുകയാണ്. 50 ലക്ഷം ജപമാല ചൊല്ലി ലോകത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി കാഴ്ചവെക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും ജപമാല ചൊല്ലി ഈ വിശുദ്ധ ഉദ്യമത്തിന് കരുത്തു കൊടുക്കുന്ന സമയമാണ്. ഈ ദിനം പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ കുടുംബജീവിതത്തിൻ്റെ മാതൃകയായ അമ്മയുടെ മഹനീയ സാന്നിധ്യത്തിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവരും അറിയാം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു കുടുംബം. മഹാനായ വിശുദ്ധനായ ഫുൾട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലമാണ്. അദ്ദേഹം അത് പ്രത്യേകമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, പഴയ നിയമം ഒരു കുടുംബ കഥയാണ്. ഈ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഒരു കുടുംബ കഥയായി. ദൈവത്തെ മണവാളനായി, ഇസ്രായേലിനെ മണവാട്ടിയായി, അവൻ്റെ ഇണക്കം പിണക്കം, അത് പഴയ നിയമത്തിൻ്റെ ഇതിവൃത്തം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് കുറെ കൂടെ സുവ്യക്തമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈശോ എന്തിന് ഒരു കുടുംബത്തിൽ ജനിച്ചു? ഒറ്റ വാക്കാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്കാൽ ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ രക്ഷയുടെ വേദിയും വേദികയുമായി ദൈവം തിരഞ്ഞെടുത്തത് കുടുംബമാണ്. അവൻ കുടുംബത്തിൽ ജനിച്ചു, തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ആദ്യ അത്ഭുതം അരങ്ങേറിയത് ഒരു കുടുംബത്തിൽ, ഒരു കുടുംബം സ്ഥാപിതമാകുന്ന പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ കല്യാണത്തിൻ്റെ പശ്ചാത്തലം. ഈശോ അവിടെ സമയമാകുന്നതിന് മുമ്പ് അത്ഭുതം പ്രവർത്തിച്ചത് കുടുംബത്തെ രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പഠിതാക്കൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ സുന്ദര സ്വപ്നമാണ് കുടുംബം. ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയും, മാതാവിൻ്റെ ഇഷ്ട ഇടമാണ് കുടുംബം. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ അതിനുള്ള അവസരമാണ്. നമ്മൾ ബൈബിളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിന് ഏറ്റവും വേദന തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുടുംബങ്ങൾ തകർന്നപ്പോഴാണ്. ബൈബിള് കുടുംബത്തിൻ്റെ തകർച്ചയുടെ 4 കാരണങ്ങൾ എടുത്ത് പറയാറുണ്ട്. ഒന്നാമതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 4:19 ഇങ്ങനൊരു വാചകമുണ്ട്, ലാമക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതുവരെയുള്ള ബൈബിളിൻ്റെ പശ്ചാത്തലം ഒരു ഏക ഭാര്യവ്രതമാണ്. ആദ്യമായിട്ട് 2 ഭാര്യമാരെ സ്വീകരിച്ച വ്യക്തി ലാമക്ക് എന്ന വ്യക്തിയാണ്. ബൈബിൾ പറയും, കുടുംബത്തിൻ്റെ തകർച്ച അവിടെ ആരംഭിച്ചു എന്ന് വച്ചാൽ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോഴാണ്. കുടുംബങ്ങൾ തകരുന്നത് വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്. കുടുംബങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് വിശുദ്ധിയുടെ അടിസ്ഥാന ശിലയാണ്. എന്ന് എവിടെ എപ്പോൾ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ കുടുംബങ്ങൾ തകരും. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്, കുടുംബങ്ങളുടെ തകർച്ചയുടെ ഒന്നാമത്തെ ഒരു കാരണം അത് ഈ വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധിക്ക് അദ്ദേഹം വേറെ 3 മാനങ്ങൾ പറയാറുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, വിശുദ്ധിയുടെ ഒന്നാമത്തെ ഒരു തലം അത് ജീവിത പങ്കാളിയെ അംഗീകരിക്കലാണ്.
ജീവിത പങ്കാളിയെ അംഗീകരിക്കൽ വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധി പോലെ പ്രധാനപ്പെട്ടതാണത്. നമ്മൾ ഉൽപ്പത്തി 2:19 വായിക്കുമല്ലോ, നിനക്ക് ഞാൻ യോജിച്ച ഇണയെ തരും, നിനക്ക് ഞാൻ യോജിച്ച ഇണയെ തരും. പ്രത്യേകിച്ച് നമ്മളിത് തിരുക്കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്ന നല്ലതാണ്. യൗസേപ്പും മാതാവും നമ്മുടെ മുന്നിലെ മാതൃകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഇതുവരെ ഉണ്ടായ കുടുംബങ്ങളിൽ ഏറ്റവും വേദന തിന്ന, ഞാൻ ആ കുടുംബത്തെ വിളിക്കുന്നത് തിരുക്കുടുംബം എന്നല്ല, തീ കുടുംബമാണ്. തീ കുടുംബം ഇതുപോലെ വേദന തിന്നൊരു കുടുംബം. അവർ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, പരസ്പരം അംഗീകരിച്ചു, പരസ്പരം സ്വീകരിച്ചു വിശുദ്ധി. പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ മാതാവ് യോസേപ്പ് പിതാവ് ഉയർത്തുന്ന വെല്ലുവിളി ഇതാണ്: എന്ത് ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളട്ടെ, സ്വീകരിക്കണം, വിശുദ്ധി അതാ. രണ്ടാമതായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നത്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലാണ്. കുടുംബജീവിതത്തിലെ വേദനകൾ പങ്കുവെക്കണം, കുടുംബജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പങ്കുവെക്കണം. പങ്കുവെക്കലാണ് വിശുദ്ധി. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. സ്വീകരിക്കണം, ചങ്കോട് ചേർത്ത് വയ്ക്കണം. ഈ ബുദ്ധിമുട്ടുകളെ ചങ്കോട് ചേർത്ത് വെച്ച് പങ്കുവെച്ച രണ്ട് വിശുദ്ധ വ്യക്തിത്വങ്ങളാണല്ലോ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും. നമുക്കറിയാം എത്രമാത്രം സഹനങ്ങൾ കടന്നുപോയി, എത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. അതെല്ലാം സ്വീകരിക്കാൻ. മൂന്നാമതായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നത്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:22 നമ്മളിങ്ങനെ വായിക്കും, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരാകണം. എനിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന ഏറ്റവും വലിയ ആദരവ് ഇതാ. നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോയെ കാണാതെ പോയപ്പോൾ ദേവാലയത്തിലേക്ക് അന്വേഷിച്ച് പോകുന്ന ഒരു ചിത്രമുണ്ട്. ഈശോയെ കണ്ടുകിട്ടിയപ്പോൾ യോസേപ്പ് പിതാവ് സംസാരിച്ചില്ല, അമ്മയാണ് സംസാരിച്ചത്. അമ്മ പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. നമുക്കും അതൊരു പഠന വിഷയമാകണം. നമുക്കറിയാമല്ലോ, എന്തു വന്നാലും യോസേപ്പ് പിതാവിനേക്കാളും ഒരു സ്ഥാനം മറിയത്തിന് ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. മറിയം കഴിഞ്ഞ് യോസേപ്പ് പിതാവ് വരൂ. പക്ഷേ അമ്മ പറഞ്ഞു, നിന്റെ പിതാവും ഞാനും. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മറിയം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഇതാണ് പൗലോസ് ശ്ലീഹ എടുത്ത് പറയുന്നത്. അപ്പോൾ അതിനുള്ള വലിയ ശക്തി, കരുത്ത് നമുക്ക് തരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെ സാന്നിധ്യമാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഞാനിപ്പോൾ ചിറ്റാർ എന്നൊരു പള്ളി വികാരിയച്ഛനാണ്. ഇവിടെ ഞാൻ കണ്ടത് ഒത്തിരി തകർന്ന കുടുംബങ്ങൾ വരാറുണ്ട്. കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പേറുന്ന ഒത്തിരി കുടുംബങ്ങൾ. ഞാൻ അവരുടെയൊക്കെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇവിടുത്തെ അച്ഛന് വലിയ പ്രസക്തിയില്ല, പക്ഷേ ഈ പള്ളിക്ക് പ്രസക്തിയുണ്ട്, ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു പ്രാർത്ഥനയാണ് 1000 മണി ജപമാല. ഒത്തിരി ആൾക്കാർ വരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോയി അമ്മയോട് ചങ്ക് പറ്റി പറ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദന. കാരണം കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ് മറിയം. അവർ പോയി പ്രാർത്ഥിച്ചു, അവർ അത്ഭുതം കണ്ടു. അവർ പറഞ്ഞു, പലരും പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുമെല്ലാം മാറുന്നതായി. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ശക്തി, ഞാൻ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാര്യവർക്കാണ്. അദ്ദേഹം എപ്പോഴും അമ്മയെ ചേർത്ത് വെച്ച വ്യക്തിയാണ്. പരിശുദ്ധ പിതാവ് ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം, ഇന്ന് ലോകം മുഴുവൻ അലയടിക്കുന്നൊരു വാചകം ഇതാ: നിങ്ങൾ നിങ്ങളുടെ വീടിന് മതിൽ പണിയണം. മതിലുണ്ടാക്കേണ്ടത് ഇഷ്ടി കൊണ്ടല്ല, മറിച്ച് ജപമാല കൊണ്ട് മതിൽ കെട്ടിയ ഭവനങ്ങൾ തകരില്ല. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടത്, വ്യക്തികളെ സംരക്ഷിക്കേണ്ടത്, യുവജനങ്ങളെ ജപമാലയൊന്നേ ആയുധമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിന് മതിൽ കെട്ടണം. നമുക്കൊക്കെ അറിയാം, കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ തലമുറ നമുക്ക്
കൈമാറ്റം ചെയ്തതാണ് ജപമാല. ഒരു കാലഘട്ടം അറിയാം, പണ്ട് 1968 വരെ സീറോ മലബാർ സഭയിൽ സുറിയാനി കുർബാനയാണ്. ഈ പ്രാർത്ഥനയുടെ ആന്തരികാർത്ഥം വിശ്വാസികൾക്ക് മനസ്സിലായില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയി അവർ ജപമാല കയ്യിലെടുത്തു. ഈ ജപമാല കുർബാന തീരുന്നത് വരെ അങ്ങനെ അവർ ബലിയോട് ചേർന്ന് നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കരുത്ത്, നമ്മുടെ കൃപ പ്രത്യേകിച്ച് ഈ ജപമാലയുടെ ഭക്തിയാണ്. ഈ ജപമാലയിലൂടെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അങ്ങനെ അനുകരിക്കപ്പെട്ട കുടുംബങ്ങളായി തീരാൻ, നമുക്ക് എന്ത് പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകട്ടെ, ഒരിക്കലും ജപമാല മുടക്കരുത്. ഞാൻ ഒത്തിരി വ്യക്തികളെ ജീവിതയാത്ര കണ്ടെത്തിയിട്ടുണ്ട്. 5ഉം 6ഉം ജപമാല ചൊല്ലുന്ന വ്യക്തികൾ, എവിടെ പോയാലും ജപമാല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. ഈ ജപമാല നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കാം. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ കുടുംബങ്ങളെ ഈ ജപമാലയെ സമർപ്പിക്കാം. ജപമാലയിലെ മുത്തുമണികളോട് ചേർത്ത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തികളെ, നമ്മുടെ നിയോഗങ്ങളെ ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ വരും, അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മുടെ ജീവിതത്തിലേക്ക് വരും, കരുത്താകും, കൃപയാകും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ആരാധന അതിനുള്ള വലിയ കൃപയുടെ അവസരമാകട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ഈശോയുടെ ദിവ്യ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ നമ്മളായിരിക്കുകയാണ്. അവൻ്റെ കാരുണ്യം, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ, അതുകൊണ്ട് മാത്രം നമ്മൾ ഭാഗ്യമുള്ളവരാ. ഈശോയെ കാണാൻ, അവൻ്റെ ചാരത്തിരിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യ. അവൻ നമ്മെ മാടി വിളിക്കുന്നു. അവൻ്റെ കൂടെയായത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അവൻ്റെ കാരുണ്യ. അത്തമ്പുരാൻ്റെ മുമ്പിൽ കുറച്ച് സമയമാകാം ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യരശ്മികൾ തരുന്ന സ്നേഹത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ഇന്നേ ദിവസം പ്രത്യേകമായി കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ ജപമാല മാസം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ
ജപമാല കൊണ്ട് മതില് കെട്ടിയ കുടുംബങ്ങൾ തകരില്ല എന്ന ദിവ്യവചനം ചങ്കോടി ചേർത്ത് വെച്ചുകൊണ്ട് കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ദിവികാരുണ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ്റെ അഭിഷേകം മഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാകണം. നമുക്ക് അവനെ ഒന്ന് സ്തുതിക്കാം. നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങളിലെ ദൈവം തന്ന എല്ലാ കൃപകൾ ഓർക്കാം. എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക് അവിടുന്ന് അനുസ്യൂതം ചൊരിഞ്ഞ എല്ലാ കൃപകളെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഈശോയെ നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന, ആരാധന. കൃപ, 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 അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, കൃപ, അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സുന്ദര സ്വപ്നമാണ് കുടുംബം. അതുകൊണ്ടാണ് അവനൊരു കുടുംബത്തിൽ ജനിച്ചത്. അതുകൊണ്ടാണ് സമയമാകുന്നതിന് മുമ്പ് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ കുടുംബ പശ്ചാത്തലത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചത്. അത്രമാത്രം അവൻ കുടുംബത്തെ സ്നേഹിക്കുന്നു, കുടുംബത്തെ വിലമതിക്കുന്നു. നമുക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലേക്കും ഈശോയുടെ ദിവികാരുണ്യത്തിൻ്റെ അഭിഷേകം പെയ്തിറങ്ങട്ടെ. നമുക്കറിയാം, തകർന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിന് പകരം പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന ഒത്തിരി കുടുംബമുണ്ട്. വിശുദ്ധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, സ്നേഹം പറ്റിപ്പോയ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കാം. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് നമ്മെ ഓരോരുത്തരെ സമർപ്പിക്കാം. കുർബാന അഗ്നിയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ കുർബാനയ്ക്ക് കൊടുത്ത നിർവചനം അങ്ങനെയായിരുന്നല്ലോ, അഗ്നിയ, തീയ. സ്വർഗത്തിൻ്റെ തീക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും. ആ സ്വർഗത്തിലെ തീ, കുർബാനയാകുന്ന അഗ്നി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി പെയ്ത് ഇറങ്ങണം. നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ ഈ വിശുദ്ധ അഗ്നിക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം തന്നതാ. ഈശോ പറഞ്ഞല്ലോ, ദൈവം പറഞ്ഞല്ലോ, നിനക്ക് ഞാൻ യോജിച്ച് ഇണയെ തരും. നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കൾ ദൈവം സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിത്യസനാതന സ്മാരകമാ മക്കൾ. അവരെ കുർബാനയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ ജപമാല മാസത്തിൽ
പരിശുദ്ധ അമ്മയോടൊപ്പം കുർബാനയുടെ വലിയ അഗ്നിയുടെ ദിവ്യസ്പർശനം നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ ഉറ്റവരിൽ, നമ്മുടെ ഉടയവരിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെല്ലാം ചേർത്ത് വെച്ച്, കുർബാനയ്ക്ക് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടെ തീവ്രമായി തീക്ഷ്ണമായി ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ലോകത്തിലെ തകർന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബമാകേണ്ടതാണ്. പക്ഷേ പലപ്പോഴും കുടുംബങ്ങളെല്ലാം തീ കുടുംബങ്ങളായി മാറുക, തീ തിന്നുന്ന കുടുംബങ്ങൾ, ഒരുപക്ഷേ കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്ത അവസരങ്ങൾ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഓരോ ദിവസവും വേദനയോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, കോവിഡിൻ്റെ കാലഘട്ടമാണ്. അതിൻ്റെ ഫലമായി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട, അങ്ങനെയുള്ളവരെല്ലാം നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ വിശുദ്ധ സ്പർശനത്തിനായി, അവൻ്റെ അഭിഷേകത്തിനായി സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള എല്ലാ തീ കുടുംബങ്ങളെ ദിവികാരുണ്യത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ അവയെല്ലാം തിരുക്കുടുംബങ്ങളാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ തീവ്രമായി തീക്ഷ്ണമായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരിക്കൽ കൂടെ ഈശോയെ നമുക്ക് നോക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കാം. അവനെ വിളിക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി, നായകനായി. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങൾ. ഒരിക്കൽ കൂടെ നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോ, ഇതാ നീ എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ, നീ മാത്രമാണ് നാഥൻ, നീ മാത്രമായിരിക്കണം എൻ്റെ നാഥൻ. എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മക്കൾക്കെല്ലാം നീ ആകണം. നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ജപമാല മാസത്തിൽ കുടുംബത്തിൻ്റെ സംരക്ഷകയായ പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. അമ്മയുടെ പ്രാർത്ഥനകൾ, നമ്മൾ ചെല്ലുന്ന ജപമാലകൾ നമ്മുടെ കുടുംബത്തെ മതില് കെട്ടി സംരക്ഷിക്കാം. നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, അമ്മേ മാതാവേ, എൻ്റെ വിമല ഹൃദയത്തിന് എൻ്റെ കുടുംബത്തെ, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് തകർന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. നമുക്ക് മൗനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി നമ്മുടെ കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച്, കുടുംബത്തിന് ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും, ഒത്തിരി ആവശ്യമുണ്ട്, ഭൗതികമായ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അവൻ്റെ കരുത്തും അവൻ്റെ കരുതലും അവൻ്റെ സ്നേഹവും ഒക്കെ നമ്മുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യാനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
ഈ ശക്തിയായി കരുത്തായി നമ്മൾ ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ജപമാല ചെല്ലുമ്പോൾ ജപമാലയിലെ മുത്തുമണികൾ നമ്മുടെ നിയോഗമാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ, നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ആകട്ടെ, നമുക്ക് തീവ്രമായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ജപമാല തരുന്ന കരുത്തും കരുതലുമൊക്കെ നമ്മുടെ തുറന്നുള്ള ജീവിതയാത്രയിൽ ശക്തിയാകട്ടെ. നമുക്ക് സ്നേഹത്തോടെ ജപമാല കയ്യിലെടുത്ത് നമുക്ക് ജപമാല പ്രാർത്ഥന ചൊല്ലാം. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിവരും നന്നേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായ വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദിവരഹസ്യങ്ങൾ. ഒന്നാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ പീഡകൾ സഹിച്ചു മരിച്ചു മൂന്നാം ദിവസം എന്നേക്കും ജീവിക്കുന്നവനായി ഉയർത്തതിൻ്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങൾ പാപമാകുന്ന മരണത്തിൽ നിന്ന് നിത്യമായി ഉയർത്തെഴുന്നേൽക്കാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ ഉയർത്തതിന്റെ 40-ാം ദിവസം അനന്തമായ മഹിമപ്രതാപങ്ങളോടെ സ്വർഗാരോഹണം ചെയ്തതിന്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങൾ സുഹൃത ജീവിതം നയിച്ച് സ്വർഗഭാഗ്യം നേടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ സ്വർഗാരോഹണം ചെയ്തതിന്റെ 10-ാം ദിവസം സെഹിയോൻ വിരുന്നുശാലയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന തന്റെ ശിഷ്യന്മാരുടെയും അങ്ങയുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുകുമാരൻ സ്വർഗാരോഹണം ചെയ്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങളും അങ്ങേ സഹായത്താൽ സ്വർഗത്തിൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ
മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് സ്വർഗത്തിൽ എത്തിയ ഉടൻ അങ്ങേ തിരുകുമാരൻ അങ്ങേ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചതിൻ്റെ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങളും സ്വർഗ സൗഭാഗ്യത്തിൽ അങ്ങയോടുകൂടെ നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, ശ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവർദ്ധന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലതം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോദ്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ
പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനികാമാതാവേ, സകലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ സമൂഹത്തെ തിരക്കൺ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യുഗതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മൾ ഈശോയെ ആരാധിച്ച് ജപമാല ചൊല്ലി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് അവൻ്റെ വലിയ ആശീർവാദം, ഏറ്റവും വലിയ കൃപ തമ്പുരാൻ്റെ ആശീർവാദമാണ്. സ്വീകരിക്കാം. സ്വീകരിച്ച് നമുക്ക് കരുത്തുള്ളവരാകാം. അവൻ്റെ കൈക്ക് പിടിച്ച് നാളത്തെ ജീവിതത്തിൻ്റെ തിരുമറ്റത്തേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം
തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാകൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ.